ചേട്ടാ, എനിക്കിപ്പോ എന്തോ പേടിയാവുന്നുണ്ട്. ചേട്ടൻ ഇങ്ങനെ അവസാന നിമിഷം പ്ലാൻ ചേഞ്ച് ചെയ്യുന്ന ആളെയല്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ പ്ലാൻ മാറ്റും. ഞാനും അതിനെ ആലോചിക്കുന്ന ആദ്യ. ഇത്ര അർജന്റായിട്ടൊരു ഡീലൊക്കെ ഫിക്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാവില്ല. എന്റെ അറിവിൽ ചേട്ടൻ ഓസ്ട്രേലിയയിലേക്ക് പോയിട്ടുണ്ടാവില്ലെന്നാ തോന്നുന്നേ. അവൻ കോൾ ചെയ്ത് പറഞ്ഞു എന്നാ വിക്കേനോട് പറഞ്ഞത്. പക്ഷെ നീ പറയുന്നത് വേറെന്തോ കാര്യങ്ങളാണല്ലോ. അങ്ങനെയാണെങ്കിൽ എവിടെ പോയിട്ടുണ്ടാവും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. സംതിങ് ഈസ് ഫിഷി എന്നാ തോന്നുന്നു. നിങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വേദാന്ത് ഓസ്ട്രേലിയക്ക് പോയി എന്നുള്ളത് സത്യമാണ്. വേദാന്ത് എന്നെ വിളിച്ച് കുറെ നേരം സംസാരിച്ചു. എന്തോ ഓഫീസ് ടെൻഷൻ ഉണ്ടെന്ന് തോന്നി. എല്ലാം പെട്ടെന്ന് ഫിക്സ് ചെയ്തതാണെന്നാ പറഞ്ഞത്. ഇത്ര നിസ്സാരമായിട്ട് പറയുന്നുണ്ടല്ലോ. ചേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമേ. എപ്പോഴും നമുക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റില്ല വിക്കി. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അവൻ പോയില്ലായിരുന്നെങ്കിൽ കമ്പനിക്ക് അതൊരു വലിയ നഷ്ടമായേനെ. എന്നാലും അമ്മ, എനിക്കെന്തോ ടെൻഷൻ തോന്നുന്നുണ്ട്. കമോൺ ആദ്യ, നീ ഈ സമയത്ത് ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതിങ്ങനെ ടെൻഷൻ അടിക്കാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇല്ല അമ്മ, അവൻ അത്രയും ദൂരം പോവുകയാണെങ്കിൽ പറയാതെ ഒന്നും പോവില്ല. ഇപ്പൊ അവൻ എന്റെ അടുത്തും ഒന്നും പറയാറില്ല. ആക്ച്വലി അവൻ എന്നെ വിളിച്ചപ്പോ ആദ്യയുടെ അടുത്തും വിക്കിയുടെ അടുത്തും അച്ഛനോടും ഒക്കെ പറഞ്ഞേക്കാൻ പറഞ്ഞു. വിക്കിയെ ഞാൻ വിളിച്ചോളാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെന്തിനാ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? സത്യമായിട്ടും പറഞ്ഞു അമ്മേ, എനിക്ക് അവൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയിലായിരുന്നു. അമ്മേ, ചേട്ടൻ വിളിച്ചെന്ന് പറഞ്ഞ സത്യം തന്നെയല്ലേ? ഞാൻ എന്തിനു കള്ളം പറയണം? കള്ളം പറഞ്ഞൊന്നല്ല അമ്മേ. ചേട്ടൻ സംസാരിച്ചിരുന്നപ്പോ ചേട്ടന്റെ വോയിസ് ആകെ എന്തോ പതർന്ന പോലെ ഉണ്ടായിരുന്നു. അതാ എനിക്കും പേടിയായേ. വിക്കി, കാഷ്വലായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ ഒരു കാര്യമില്ല. ലാസ്റ്റ് ടൈം അവന് പെട്ടെന്ന് ഡൽഹിക്ക് പോകേണ്ടി വന്നില്ലേ? ഇതും അത്രേ ഉള്ളൂ. എന്നാലും ഓസ്ട്രേലിയയിൽ അങ്ങനെ എന്ത് ജോലിയാവുള്ളൂ എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ ഓഫീസിൽ വേദാന്ത് വെഞ്ചേഴ്സിനെ പറ്റിയും ആദ്യ ഓർഗാനിക്സിനെ പറ്റിയും എന്നോട് പറയുമായിരുന്നു. ഇങ്ങനെ വരാൻ വഴിയില്ല. കറക്റ്റ്. പറയാൻ പറ്റുന്ന കാര്യമായിരുന്നെങ്കിൽ അവൻ പറഞ്ഞേനെ. എന്നുവെച്ചാ അവന്റെ പേഴ്സണൽ കാര്യം എന്തെങ്കിലും ആയിരിക്കും. MD അവനല്ലേ, ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ? അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അവന് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യായിരുന്നല്ലോ. സുഖമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് സമാധാനമുണ്ട്. വേദാന്തേട്ട വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്നാ നോക്ക് ചെക്കി. എന്താ ആലോചിക്കുന്നേ? കേട്ട് നോക്കടി. കേട്ട് നോക്കടി. അമൂല്യ, ഞാനൊരു ജോലി കാരണം കുറച്ചു ദിവസത്തേക്ക് ഓസ്ട്രേലിയക്ക് പോവാ. നീ അവിടെയുള്ള എല്ലാവരുടെ കാര്യവും നന്നായി നോക്കണം. അതിനേക്കാളുപരി നീ നിന്റെ കാര്യം നല്ലോണം നോക്കണം. ഐ ആം സേഫ്. നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ. അയ്യോ, ഇതെന്താ ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും നടന്നില്ല. എക്സ്പെക്ടേഷൻ എപ്പോഴും ഹേർട്ട് ചെയ്യും മോളെ. നിനക്കിതൊക്കെ പുതിയതായിരിക്കും, പക്ഷെ എനിക്കിതെല്ലാം ശീലമാണ്. അങ്ങനെയല്ലടി, ചേട്ടൻ ആ മെസ്സേജിൽ തന്നെ ഐ ലവ് യു എന്ന് പറയൂന്ന് ഞാൻ കരുതി. ഇവരാണെങ്കിൽ ഓസ്ട്രേലിയ അത് ഇതെന്നൊക്കെ പറയുവാണല്ലോ. എന്ത്? വേദാന്ത് ഐ ലവ് യു എന്ന് മെസ്സേജ് അയക്കാനോ? അവൻ ഒരിക്കലും അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും വരില്ല മോളെ. അവർക്ക് ആകെ വേണ്ടത് ബിസിനസ്സും ഫാമിലിയും മാത്രം.
നോക്ക്, നീ ഗീവ് അപ്പ് മോഡിലേക്കൊന്നും വരണ്ട. ഞാന് വേറെ എന്തോ ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാ. ചേട്ടൻ നല്ല റൊമാൻറ്റിക്കാ. ചേട്ടൻ ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വരുമ്പോ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തന്ന് ഡയറക്റ്റ് ആയി നിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രപ്പോസ് ചെയ്യും. നോക്കിക്കോ. ഓഹോ, സ്വപ്നം. തിങ്ക് പോസിറ്റീവ്. എന്തിനാ എല്ലാം കഴിഞ്ഞ പോലെ സംസാരിക്കുന്നത്? ഇതൊന്നും മിണ്ടാതിരിക്കാമോ? അല്ലെങ്കിൽ ഞാൻ ടെൻഷനില്ല. അപ്പഴാ നീ. അല്ല, അവൻ ഓസ്ട്രേലിയക്ക് പോയെന്ന് പറഞ്ഞത് പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിസി ആയിട്ടുണ്ടാവും. എന്ത് ബിസി? എനിക്കറിയാത്തത്. ബിസിയില്ല, ഒന്നുമില്ല. നേരിട്ട് ഞങ്ങൾ കണ്ടിട്ട് പോലും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല. അതുമാത്രല്ല, ചേച്ചി എന്നെ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞത് വേദാന്ത് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാ. അവർക്കും ഈ കാര്യത്തെ പറ്റി അറിയില്ലെന്നാ തോന്നുന്നേ. വെറുതെ ഇറിറ്റേറ്റ് ആയി ദേഷ്യം കാണിക്കണ്ട. എനിക്കെന്തോ നടക്കാൻ പാടില്ലാത്ത ഒന്നും നടന്ന പോലെ തോന്നുന്നേ ഇല്ല. പേര് കേട്ട വലിയ ബിസിനസ്മാൻ, വലിയ മനുഷ്യനാ. അർജന്റ് ആയിട്ട് എന്ത് ജോലി വേണമെങ്കിലും വരാൻ സാധ്യതയുണ്ടല്ലോ. നിനക്ക് ചേട്ടൻ പെട്ടെന്ന് വന്ന് നിന്നെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതുകൊണ്ടാ നീ ഇങ്ങനെ കാണിക്കുന്നത്. അതിഥി, ഇതെന്താ പ്രമേയം കാണുന്നില്ല, അഞ്ജുനെ കാണുന്നില്ലല്ലോ? തലവേദനയാച്ചാ, രണ്ടുപേരും കിടക്കുവാ. തലവേദനയോ? പ്രമിക്കെങ്ങാനും തലകറക്കം വന്നിരുന്നോ? അങ്ങനൊന്നുമില്ല. അവള് ബിപിയുടെ ടാബ്ലറ്റ് കഴിച്ചില്ലേ? ആ അച്ഛാ, കഴിച്ചിട്ടുണ്ട്. അഞ്ജുന് എന്ത് പറ്റി? അവള് വെയിലത്തെങ്ങനെ ഒരുപാട് നടന്നോ? അഞ്ജു ആണേ അമ്മയുടെ സെയിം കോപ്പിയാ. ഈ തലവേദന ആർക്കെപ്പോ വരും വരില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ അതോ കിടന്ന് ഉറങ്ങിപ്പോയോ? ആ, അവര് കഞ്ഞി കുടിച്ചിട്ടാ കിടന്നത് അച്ഛാ. ആ, നന്നായി, അതെങ്കിലും കഴിച്ചല്ലോ. അല്ലെങ്കിൽ തലവേദന കൂടിയനെ. അമ്മു, ഇന്ന് വേദാന്തിന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സ്വാമികൾ വരുന്നുണ്ടെന്ന് ആരതി പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്തായി? ഫോൺ എങ്ങാനും ചെയ്തായിരുന്നോ? അമ്മു, ഞാൻ നിന്റെ അടുത്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ അച്ഛാ, വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ എന്തോ കല്യാണം പോലും വേണ്ടാന്ന് പറഞ്ഞു അത്ര. കല്യാണം വേണ്ടെന്ന് പറഞ്ഞു? അല്ല, അവളെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പെൺകുട്ടി നല്ല മിടുക്കിയല്ലേ? കൂടാതെ ആരതിയുടെ കല്യാണത്തിന്റെ സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലേ? എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ? പാവം, ആ പെൺകുട്ടിയുടെ കാര്യം എന്തായി? അച്ഛാ, അച്ഛൻ വെറുതെ അവളെ സപ്പോർട്ട് ചെയ്യണ്ട. അവൾ അത്ര നല്ലവളൊന്നും അല്ല. അവക്ക് നല്ല അഹങ്കാരം. അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല അതിഥി. അവളൊരു പെൺകുട്ടിയല്ലേ? കല്യാണമൊക്കെ മുടങ്ങിപ്പോയി അവക്കും വിഷമം ഉണ്ടാവില്ലേ? വേദാന്തി സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ഇല്ല അച്ഛാ, വേദാന്ത ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഓസ്ട്രേലിയക്ക് പോയിരിക്കുക. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ചിലപ്പോ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്. ഇവൻ എന്തിനാ സഡനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയത്? അങ്ങനെയൊക്കെ ഉണ്ടാകാം. നിങ്ങളുടെ ചേച്ചി ടെൻഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഇവള് വേറെ എന്തെങ്കിലും കേട്ടതാവും. വലിയ ആൾക്കാരുടെ വീട്ടില് കാര്യങ്ങളൊക്കെ നിസ്സാരമാണ്. ഇന്ന് അതേന്ന് പറയും, നാളെ അല്ലെന്ന് പറയും. നാളെ എല്ലാം ശരിയായിട്ട് വരും. എല്ലാം നന്നായിട്ട് വന്നാ മതിയായിരുന്നു. ചേട്ടാ, ചേട്ടാ, ഇത്ര ചെറുതിൽ തന്നെ എനിക്ക് മറവി വന്നു. എന്തു പറ്റി? എന്തെങ്കിലും കാണാതായോ? ആളെയാ, ചേട്ടന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ
ഒരു റൂട്ടീൻ പോലെയായിരുന്നു. ശീലമായിപ്പോയി. ഇപ്പോഴെന്നെ ഞാൻ മിസ് ചെയ്യാൻ തുടങ്ങിയോ? ആന്നേ, നിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നില്ലേ? അവരെങ്ങനെയായിരുന്നു ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്? രണ്ടുപേരുടെയും സ്വഭാവം നേരെ ഓപ്പോസിറ്റാ. അതെ അളിയാ, ഞങ്ങൾ മാച്ചിങ് അല്ല. അവൻ നല്ല സ്ട്രോങ്, അവനാണെങ്കിൽ എന്റെ ആവശ്യം പോലില്ലാത്ത രീതിയിൽ അവൻ നിന്നിരുന്നത്. ഞാനാണെങ്കിൽ വെറുതെ വിടത്തുമില്ല, ഇങ്ങനെ പുറകെ പോയി ശല്യം ചെയ്യുമായിരുന്നു. പക്ഷെ അവനും ഇപ്പൊ നമ്മളെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. ചേട്ടൻ എന്തോ ബോർഡറിൽ യുദ്ധം ചെയ്യാൻ പോയതുപോലെയാണല്ലോ നിങ്ങൾ ഈ കാണിക്കുന്നേ. നടക്ക് ജോലിക്ക് പോവാൻ നോക്ക്. ഇപ്പൊ നിങ്ങളുടെ ചുമതല കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ചേട്ടനില്ലാത്ത ടൈമിൽ ഓഫീസ് കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കാ. അതിലിനി എന്താ പറയാനുള്ളത്? നമ്മളെ നമ്മുടെ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയിരിക്കും. സെയിൽസ് ഗ്രാഫ് 3 ദിവസത്തിനുള്ളിൽ ടോപ്പിൽ നിൽക്കും. അളിയ, അതെന്ത് കോൺഫിഡൻസിലാ നീ ഇങ്ങനെ പറയുന്നത്? എക്സ്പീരിയൻസ് ആളിയാ. എത്ര ദിവസമായി ഓഫീസിൽ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ട്. എന്ത് വന്നാലും അടിച്ച് താർക്കാൻ പോവാ. നടക്കട്ടെ, ഇതെന്തായാലും നല്ലൊരു കാര്യവും. നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ലീവ് എടുക്കാം. എന്റെ അമ്മോ, ചുമ്മാ ഇവളുടെ മുമ്പിൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അളിയൻ കൂടിയില്ലെങ്കിൽ ആ സുമേഷ് ഉണ്ടല്ലോ, അവൻ വരെ എന്നെ പച്ചയ്ക്ക് എത്തിക്കും. നടക്കളിയാ, ആളിയന്മാർക്ക് എപ്പോഴും മാളിയന്മാരെ ബലം. അമ്മേ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. അമൂല്യ, പറയൂ ധ്രുവ. അത് പിന്നെ വേദാന്ത് നിങ്ങളുടെ ബോസ് ഓസ്ട്രേലിയക്ക് പോയിരിക്കാന്ന് പറഞ്ഞല്ലോ. അതെ. ഇതിനെക്കുറിച്ച് വേദാന്ത് അമൂല്യോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, അവൻ എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്കും അത് തന്നെയാ മനസ്സിലാവാത്തത്. ഒരു വാക്കുപോലും പറയാതെ പെട്ടെന്ന് ഓസ്ട്രേലിയക്ക് പോയത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. നിങ്ങൾ രണ്ടുപേരും വളരെ ക്ലോസ് അല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. ക്ലോസ് മാത്രല്ല, ഞാൻ അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നാ അവൻ പറയാറ്. എന്റെ അടുത്ത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുമുണ്ട്. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ചെയ്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. വിചിത്രം തന്നെയല്ലേ? വെറും വിചിത്രം മാത്രല്ല, എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാ. ഇപ്പോഴുള്ള മൂഡ് കുറച്ച് കഴിയുമ്പോഴേക്കും അങ്ങ് മാറും, പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. എന്ത് ചെയ്യാനാ, എല്ലാരും ഒരുപോലെ ആവില്ലല്ലോ. അതും സത്യാണ്. പക്ഷെ അവനെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. ശരി, ഇതിനെക്കുറിച്ച് ഓഫീസിൽ നിന്ന് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നോട് പറയുമോ? അതൊക്കെ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അത് ആരതി ഏട്ടത്തെ രക്ഷിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവർ ഈ വീടിന് വേണ്ടിയും ഹെൽപ്പ് ചെയ്തു നിങ്ങൾ പറയാറില്ലേ? വലിയ ബിസിനസ്മാൻ അല്ലേ? സോ അദ്ദേഹത്തിനൊന്നും ആവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ, മറ്റൊന്നുമല്ല. അങ്ങനെയാണോ? അതുകൊണ്ട് മാത്രം ചോദിച്ചതാ? പാനിപ്പൂരി രഞ്ജിത്തെ, ജെയിംസ് ജഗദീഷെ, എന്നോട് ദയവ് ചെയ്ത് ഒന്ന് ക്ഷമിക്കേ. നമുക്ക് വേണമെങ്കിൽ ജുംബാലെന്ന് ആദ്യം തൊട്ടേ തുടങ്ങാം. സുമേഷേട്ടാ, നിങ്ങളുടെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരു പ്രാവശ്യം ഇങ്ങനെ പറയും, പിന്നെ അത് മാറ്റി പറയുകയും ചെയ്യും. ഈ പാനിപ്പൂരി രഞ്ജിത്തൊന്നും ശരിയാവൂല. അവൻ സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കാൻ പോണില്ല. നിക്ക് ചേട്ടാ, ഞാനും വരുന്നു. കോംപ്രമൈസിന് ഞാൻ വന്നാലോ സുമേഷേ? എന്റെ പൊന്നേ, വേണ്ടേ? യെസ്, ബോസ് gone away Australia. It is kangaroo nation. Full kangaroo jumping here, there, desert, coming in between vehicles. Oh gosh. I see small kangaroo bye. It is jumping. I'm emergency. Call you later. Madam, എനിക്ക് നിങ്ങളുടെ ഒരു ഉപകാരം വേണമായിരുന്നു. എന്താ, ഇന്നും ID കാർഡ് മറന്നിട്ടാണോ വന്നത്? അതില് ഒരു സംശയം വേണ്ട മാഡം. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് ഡെയിലി വേണമെന്ന് അറിയത്തില്ലേ? എന്തിനാ മറന്നു പോകുന്നേ? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഓഫീസിലേക്ക് വരുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോ ID കാർഡിന്റെ കാര്യമൊക്കെ ആരോർക്കാൻ?